ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിത്യ, ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവനാ ഞാൻ. പക്ഷേ നിനക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. അമ്മ, അച്ഛൻ, ഹരി. ഇവിടെ നിങ്ങൾ ആരാ ഞാൻ ആരാണെന്ന് നോക്കേണ്ട കാര്യമുണ്ടോ? എല്ലാരും കുറ്റം ചെയ്തിട്ട് ജയിലിൽ പോകുന്നവരല്ലേ. നല്ല മീശയാണല്ലോ. ഗുണ്ടയാ? തനിക്ക് എത്ര കൊല്ലത്തെ ശിക്ഷ? എടോ, താൻ ചെയ്ത കുറ്റം എന്താ? ആ, അതൊക്കെ വിട്ടുകള. നമുക്ക് ഇവിടുന്ന് ചാടണം. പക്ഷെ പ്ലാനൊന്ന് പറഞ്ഞു തരാൻ ഒരു പേപ്പറും പേന പോലും ഇല്ലല്ലോ. നാളെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ഞാൻ മണ്ണിൽ വരച്ച് കാണിച്ചു തരാം. പൊക്കോ പൊക്കോ പൊക്കോ. പോകുന്നില്ലേ? ആ പോലീസുകാര് കണ്ടാലേ നമ്മൾ എന്താ സംസാരിച്ചെന്ന് ചോദിക്കും. പൊയ്ക്കോ പൊയ്ക്കോ. പോവാം. ഒന്ന് നിന്നേ. ഇപ്പ വരാം. ആ സൂപ്രണ്ടുണ്ടല്ലോ, അയാൾ ഒരു കാരണവശാലും ഇത് അറിയാൻ പാടില്ല. നമ്മുടെ ചെവിയിൽ തന്നെ ഇരിക്കണം. ചെല്ലേ ചെല്ലേ. പൊയ്ക്കോ. ചെല്ല്. പൊയ്ക്കോ. പോവാം. സർ, ആ ജീവൻ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. എന്തുപറ്റി? ഞങ്ങൾ ആ സെല്ലിന്റെ മുമ്പിൽ കൂടെ പോകുമ്പോ അവൻ ആരോടോ എന്തോ സംസാരിക്കുന്നു. ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോ ജയിലിൽ ചാടുന്നതിനെ കുറിച്ച് അവൻ പറയുന്നത്. പക്ഷെ ഞങ്ങൾ സെല്ലിൽ നോക്കിയപ്പോ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സർ. ഞങ്ങളെ കണ്ടിട്ട് അവൻ സംസാരം നിർത്തുന്നില്ല. ഞങ്ങളെ പോലീസുകാരനായിട്ടല്ല അവൻ കാണുന്നത്, തടവുകാരനായിട്ട് അവൻ കാണുന്നത്. കൂടെ പോരുന്നുണ്ടോന്നൊക്കെ ചോദിച്ചു. സർ, മാനസികമായിട്ടെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ട് സാർ. അവനെ ഇങ്ങനെ വിടാൻ പറ്റത്തില്ല. അവനോട് കാര്യമായിട്ടൊന്ന് ചോദിച്ചാലോ? വേണ്ട, ഇപ്പോ ഈ രാത്രി ചോദ്യം ചെയ്യലൊന്നും വേണ്ട. കുറച്ചു മുൻപ് ഞാൻ ആ സെല്ലിന്റെ മുമ്പിലൂടെ പോയപ്പോഴും ഇതന്നെയാണ് അവന്റെ അവസ്ഥ. ജയിലിൽ അവനെ കാണാൻ വന്ന അമ്മാവൻ എന്ന നിലയ്ക്കാ എന്നോട് സംസാരിച്ചത്. പിന്നെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുപോകണം, സൂപ്രണ്ടിന്റെ കാല് പിടിച്ചിട്ടാലും കുഴപ്പമില്ല എന്നൊക്കെയാ എന്നോട് പറഞ്ഞത്. അപ്പൊ സംഗതി മൊത്തത്തിൽ കുഴപ്പമുണ്ട് സാറേ. നേരം വിളിക്കട്ടെ. ഇതേ കണ്ടീഷനാണെങ്കിൽ ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ തന്നെ കാണിക്കേണ്ടി വരും. അല്ല സാറേ, നാളെ അവനെ കോടതി കൊണ്ടുപോകേണ്ടതല്ലേ? അതുകൊണ്ട് അത് മുടക്കണ്ട. കോടതിയിൽ അവനെ കൃത്യസമയത്ത് തന്നെ കൊണ്ടുപോകണം. എന്തൊക്കെയാണോ ഇവന്മാരൊക്കെ കാണിച്ചു കൂട്ടുന്നത്. താൻ ചെല്ല്. സർ.
ഒന്ന് എഴുന്നേക്കോ. പേടിക്കണം നിത്യ. ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നല്ല. നിത്യ, നിന്റെ കാല് പിടിച്ച് അപേക്ഷിക്കാൻ വന്നതാ. നീ എനിക്കെതിരെ കോടതിയിലൊന്നും പറയരുത്. നീ എന്തെങ്കിലും പറഞ്ഞ പിന്നെ കോടതി എന്നെ ശിക്ഷിക്കും. പിന്നെ ഞാൻ പുറത്തൊന്നും കാണില്ല. നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല. ഹരിയെ ഞാൻ ഉപദ്രവിക്കില്ല. ഞാൻ എവിടെയെങ്കിലും പൊക്കോളാം. എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. പ്ലീസ് പ്ലീസ് നിത്യ, പ്ലീസ് നിത്യ, പ്ലീസ് പ്ലീസ്. നിത്യ, ഇപ്പൊ നിനക്കൊരു ജീവിതമുണ്ട്. നീ ആഗ്രഹിച്ച പോലെ സന്തോഷപരമായിട്ടുള്ള ജീവിതം. ഞാൻ എന്റെ ജീവിതമാണ് നിന്നോട് ദാനമായിട്ട് ചോദിക്കുന്നത്. നിത്യ, അവസാനമായിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നത് അതാ. പറ്റില്ല. ഇത്രയൊക്കെ ഞാൻ യാചിച്ചിട്ടും നിന്റെ മനസ്സലിയുന്നില്ലല്ലേ? നിത്യ, ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവനാ ഞാൻ. പക്ഷേ നിനക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. അമ്മ, അച്ഛൻ, ഹരി, അങ്ങനെ ഒരുപാട് പേര്.